റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ Su-57ന്റെ ഉപയോഗമെന്നത് വലിയ രീതിയിൽ പറയേണ്ട അളവിനൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 3 മാസത്തിന് മുൻപ് വരെയും അങ്ങനെ അല്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരു സംഭവം നടക്കും. ഇപ്പോ ഈ ഒരു യുദ്ധം 4ാം വർഷത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 3 വർഷമായി നടന്ന ഈ യുദ്ധത്തിൽ ഇതുവരെയും Su-57 ഉപയോഗിച്ചത് വളരെ കുറവായിട്ട് മാത്രമാണ്. കഴിഞ്ഞ 3 മാസത്തിന് മുൻപ് വരെയും Su-57 എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ ഈ അവസാന 3 മാസത്തെ ടൈം ലൈൻ എടുത്തു നോക്കിയാൽ ഇവയെല്ലാം തലകീഴായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ ഉക്രൈനിൽ Su-57 നേരിട്ട് തലസ്ഥാനം കീവിൽ തന്നെ ഒരു ആക്രമണം നടത്തി. ഇതിൽ 4 സ്ഥലങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ആക്രമിച്ചത് മാത്രമല്ല, തലസ്ഥാനത്തെ സംരക്ഷിക്കാനായുള്ള ചില പ്രധാനപ്പെട്ട എയർബേസസ് ഉണ്ട്. ചില സ്പെഷ്യലൈസ്ഡ് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എയർബേസ്, അതിൽ 80% റഷ്യയുടെ ഒരു സ്ട്രൈക്കിൽ നശിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചുള്ള വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യം എയർ സ്ട്രൈക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാം. ഇതിൽ റഷ്യയുടെ Tu-22 ബോംബേഴ്സും MiG-31 വിമാനങ്ങളും Su-57 മൊത്തം 8 വിമാനങ്ങൾ വരെയും അവർ ഉപയോഗിച്ചിട്ടുള്ളതായി പറയുന്നു. ഇതിൽ Tu-22 നിന്നും X സീരീസിലുള്ള മിസൈൽസും MiG വിമാനങ്ങളിൽ നിന്ന് കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസും ഉക്രൈൻ നോക്കി അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ Su-57 വന്നിട്ടുണ്ടല്ലോ. X-69 എന്ന് പറയപ്പെടുന്ന ALCM ഉപയോഗിച്ചത് വഴിയാണ് Su-57 ഇതിൽ ഉപയോഗിച്ചതായി തന്നെ സ്ഥിരീകരിച്ചത്. ALCM എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസിന്റെ ഷോർട്ട് ഫോം. ഈ സ്ട്രൈക്സ് എല്ലാം ഉക്രൈന്റെ തലസ്ഥാനത്തെ ചുറ്റിയുള്ള ചെറിഷ് റീജിയൻ, കീവ് റീജിയൻ മാത്രമല്ല, കൃത്യം തലസ്ഥാനം ഉക്രൈൻ തലസ്ഥാനത്ത് നിന്ന് ചില മൈലുകൾ മാറിയുള്ള വെസൽക്യൂ എയർബേസ്, ഈ പ്രദേശങ്ങളെ നോക്കിയാണ് റഷ്യയുടെ ഈ മുഴുവൻ സ്ട്രൈക്കും നടന്നത്. പൊതുവെ റഷ്യ ഉക്രൈനിൽ ഒരു എയർ റെയ്ഡ് നടത്തുന്നു എന്നുണ്ടെങ്കിൽ മിനിമം അതിലൊരു 30-40 മിസൈൽസ് എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ ഒരു ദൌത്യത്തിൽ, ഈ വ്യോമാക്രമണത്തിൽ മൊത്തം റഷ്യ ഉപയോഗിച്ചത് വെറും 18 മിസൈൽസ് മാത്രമാണ്. അതിലും 4 X-69 ഇനം മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഈ ദൌത്യം നടന്നവസാനിച്ചു. ഇതിന്റെ ആഘാതം അറിയുന്നതിന് മുൻപ് ഈ മിഷന്റെ പ്രൊഫൈൽ നമ്മൾ അറിയണം. കാരണം Su-57 ഇത്രത്തോളം ഡീപ്പർ സ്ട്രൈക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ തവണ എന്ന് പറയുന്നു. ഇതിൽ 2 തരത്തിലുള്ള തിയറി ഓൺലൈൻ മുഴുവനും ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ വളരെ അടുത്ത ടൈസ്, റഷ്യയുടെ മിലിറ്ററിയുമായി നേരിട്ട് ബന്ധമുള്ള ചില വാർ ബ്ലോഗേഴ്സ്, അവരുടെ വാർത്തകളാണ് ഇപ്പോൾ വലിയ കാര്യമായി മാറിയിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇത്രയും വിമാനങ്ങൾ, MiG ആയാലും Tu-22, റഷ്യയുടെ Su-57, ഇവയെല്ലാം കേർസ്കിന്റെ ബോർഡർ, അതായത് റഷ്യ ഉക്രൈൻ ബോർഡർ, സുമിക്കും റഷ്യയുടെ കേർസ്കിനും ഇടയിലുള്ള അതിർത്തി, ഈ അതിർത്തിയിൽ നിന്നാണ് മിസൈൽസിനെ എല്ലാം ലോഞ്ച് ചെയ്തത്. കാരണം ഇവർ ലോഞ്ച് ചെയ്ത എല്ലാ മിസൈൽസിന്റെയും മിനിമം ഡിസ്റ്റൻസ് തന്നെ 250 കിലോമീറ്റർ ആണ്. ഈ കീവിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ഈ ടാർഗറ്റ് റേഞ്ചിനുള്ളിൽ വരും. ഇവിടെ അവരുടെ ഫ്ലൈറ്റ് പാത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു മിസൈൽ മെനുവർ ചെയ്യും, ഈ മിസൈൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അതൊരു സങ്കല്പം മാത്രമായി തോന്നും. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഒരു മിസൈൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് ഒഫീഷ്യലായി അവരുടെ സൈറ്റിൽ നൽകിയിട്ടുള്ള മാപ്പാണ്. ഇതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതാണ് ആ മിസൈലിന്റെ പാത്ത്. ഇത് ഉക്രൈന്റെ ഒരുപാട് സോഴ്സസും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കേഴ്സ് പ്രദേശങ്ങളിൽ നിന്നും ഈ മിസൈൽസ് ലോഞ്ച് ചെയ്തതിന് ശേഷം Su-57 വീണ്ടും ആ ബോർഡർ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് വന്നു. കീവ് വരെയും പോയി ആക്രമിക്കാൻ ഈ മിസൈൽസിന്റെ റേഞ്ച് മതിയെങ്കിലും ഇതും കഴിഞ്ഞ് അകത്തേക്ക് പോയി എങ്കിൽ മാത്രമേ വെസൽക്യൂ ബേസിനെ ആക്രമിക്കാൻ സാധിക്കൂ. കാരണം ഉക്രൈനിൽ നിന്നും ഇത് ഏകദേശം 70-80 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശമാണ്. റഷ്യ ഉക്രൈൻ ബോർഡറിൽ നിന്നും മിസൈൽസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ഒരിക്കലും തികയില്ല. അപ്പോ ഈ 2 പാറ്റേണിലാണ് ഉക്രൈന് എതിരെ റഷ്യ മിസൈൽസ് ലോഞ്ച് ചെയ്തത്. ഇങ്ങനെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതിൽ 8 മിസൈൽസിനെയോളം ഇന്റർസെപ്റ്റ് ചെയ്തതായി ഉക്രൈൻ ഒരു ക്ലെയിം നടത്തി. എന്നാൽ ഈ എയർബേസിൽ മാത്രം 11 സ്ഥലത്ത് നേരിട്ടുള്ള ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ 3-ലധികം കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽസും X സീരീസിലുള്ള X-69 മിസൈൽസും ഇവിടെ കനത്ത നാശനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മിസൈൽസ് അവർ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ടായിരിക്കണമല്ലോ. ഈ എയർബേസ് എന്നത്
മിഗ് സീരീസിലുള്ള വിമാനങ്ങളെയും ഉക്രൈന്റെ ചില F-16 വിമാനങ്ങളെയും ഹൌസിംഗ് ചെയ്യുന്നതായി പറയുന്നു. F-16 അവിടെ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ വരെയും പുറത്തറിയില്ല. എന്നാൽ ഉക്രൈന്റെ പക്കലുള്ള Su-27, MiG-29 വിമാനങ്ങൾ 10-ലധികം ഇവിടെ ഉള്ളതായി 2024 ഡേറ്റ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ചില MiG-29 വിമാനങ്ങൾ നശിച്ചിട്ടുണ്ട്. Su-27 സീരീസിലുള്ള വിമാനങ്ങളും നശിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും ഈ എയർബേസ് ഇപ്പോഴും മിഗ് സീരീസ് വിമാനങ്ങളെയും Su-27 വിമാനങ്ങളെയും അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോ റഷ്യയുടെ ഈ വ്യോമാക്രമണത്തിൽ അവിടെയുള്ള ലോങ് റൺവേയിൽ 2 സ്ഥലങ്ങളിൽ 10 മീറ്റർ അകലമുള്ള കുഴികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ടെമ്പററിയായി ആ ഒരു എയർബേസ് ഇപ്പോ അൺഓപ്പറേഷനായി മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ഇമ്പാക്ട് അവിടെ സൃഷ്ടിക്കുമോ? റഷ്യ ആ എയർബേസിനെ ആക്രമിച്ചു. ഇത് കാരണം കീവിന്റെ പ്രതിരോധത്തിൽ എത്രത്തോളം കുഴപ്പമുണ്ടാകും എന്ന് ചോദിച്ചാൽ, ഇതിനകം ഉക്രൈന്റെ പക്കൽ ശരിയായ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്സോ അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ അധികമൊന്നുമില്ല. ഇപ്പോ F-16 ഉപയോഗിച്ച് റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിനെ അവർ ഡൗൺ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ പോലും നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. ഒരു F-16 6 റഷ്യൻ ക്രൂയിസ് മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തിയതായി ഉക്രൈൻ ഒരു വലിയ വാർത്തയായത് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സത്യത്തിൽ അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. കാരണം 4 മിസൈൽസിനെ മാത്രം വച്ചുകൊണ്ട്, ആ ഒരു ഗണ്ണ് മാത്രം വെച്ചുകൊണ്ട് 6 മിസൈൽസിനെ ഡൗൺ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും പുറത്ത് പറയാതെ ഇതുമാത്രം പറയുന്നത് കൊണ്ട് ഇതൊരു ഓവർ ഷാഡോയെ മാറുന്നു. ഇങ്ങനെ F-16 ഉപയോഗിച്ച് ഇവർ എയർ ഡിഫൻസ് പാട്രോൾ അധികമാക്കുന്നുണ്ട്. നാളെ വീണ്ടും തലസ്ഥാനത്തെ ലക്ഷ്യം വെച്ച് റഷ്യ ഒരു സ്ട്രൈക്ക് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഉക്രൈന്റെ പക്കൽ ശരിയായ എക്യുപ്മെന്റ്സ് ഉണ്ടാകില്ല. ഇപ്പോ ഈ ഒരു റൺവേ അവർ ശരിയാക്കണം. കുറഞ്ഞത് ഒരാഴ്ചയിൽ നിന്ന് ഒരു 10 ദിവസമെങ്കിലും എടുക്കും. യുദ്ധകാല സാഹചര്യത്തിൽ ചെയ്താലും മിനിമം 5-6 ദിവസം എടുക്കും ആ റൺവേയെ ടെമ്പററി റെഡിയാക്കി അവിടെ വിമാനം പറപ്പിക്കുന്നതിന്. കാരണം ഒരു സ്ഥലത്താണെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് പറയാം. ഏകദേശം ആ എയർബേസിൽ 11 സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെ സർവീസ് സ്റ്റേഷൻസും ആക്രമിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ എത്രത്തോളം നശിച്ചിട്ടുണ്ട്, വിമാനങ്ങൾക്ക് എത്രത്തോളം അവിടെ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും ഉക്രൈൻ പുറത്ത് പറഞ്ഞില്ല. അവിടെ എന്തായാലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ റൺവേയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോ നാളെ ഉക്രൈനിൽ റഷ്യ ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ, അതും തലസ്ഥാനത്തെ നോക്കി ചെയ്യുമ്പോൾ, ഇതിനകമുള്ള അവരുടെ കുറഞ്ഞ എണ്ണത്തിലുള്ള സോഴ്സസിൽ നിന്നും വീണ്ടും കുറവുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് മാത്രമേ ഡിഫെൻഡ് ചെയ്യാൻ കഴിയൂ. എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസിനെ പ്രതിരോധിക്കാൻ പാട്രിയോട്ട് പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കില്ല. കാരണം എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസിനെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് എത്രത്തോളം അകത്തേക്ക് വന്ന് എയറോഡൈനാമിക്കലി അതിന്റെ പാത്തെല്ലാം ചേഞ്ച് ചെയ്യുമെന്ന്. അപ്പോൾ അത്രത്തോളം ലോ ഫ്ലൈയിങ്ങിൽ വരുമ്പോൾ പാട്രിയോട്ട് എന്നല്ല S-400 ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈൽ പ്രതിരോധ സംവിധാനമായാലും ഡൗൺ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായി മാറും. പങ്ഷീർ പോലുള്ള ഒരു പോയിന്റ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ തൊട്ടു നോക്കാനുള്ള ശ്രമങ്ങളെങ്കിലും എടുക്കാൻ സാധിക്കൂ. ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത അപ്പോഴും വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാൻ പൈഡ്സ് ഉപയോഗിച്ചും വിമാനങ്ങൾ ഉപയോഗിച്ചും മാത്രമേ ഇവരെ കൊണ്ട് അതിനെ വേട്ടയാടാൻ സാധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ വിമാനങ്ങളുടെ എണ്ണം കുറയുന്നു. വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ഫംഗ്ഷൻസ് കുറയുമ്പോൾ അത് നേരിട്ട് ഉക്രൈൻ ഒരു പ്രശ്നം സൃഷ്ടിക്കും. ഇതിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വന്നൊരു സംശയമാണ്, ഒരുപക്ഷെ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ Su-57 കുറിച്ച് അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ എയ്റോ ഇന്ത്യ 2025 ബാംഗ്ലൂരിൽ ഫെബ്രുവരി 12 മുതൽ നടക്കാൻ പോവുകയാണ്. ഒരു 4-5 ദിവസത്തെ വലിയൊരു ഇവന്റ് ആണ്. അതിന് Su-57 വരാൻ പോവുകയാണ്. F-35 ഒരുപക്ഷെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവസാനം 2023 നടന്നപ്പോൾ F-35 വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സെയിൽസ് ബൂസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഇവയെല്ലാം റഷ്യ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നൊരു ചോദ്യം. ഇത് ശരിയായ ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ 3 മാസത്തിൽ ഏകദേശം 30-ലധികം സംഭവങ്ങളാണ് നടന്നത്. മാസത്തിൽ 10 എന്നെടുത്താലും 30-ലധികം സംഭവങ്ങൾ Su-57 ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 വാർത്തകളെങ്കിലും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ തുർക്കിയുടെ 5th ജെൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോവുകയാണ്. J-35 വാങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. മറുവശത്ത് ചൈന അവരുടെ 6th ജെൻ എയർക്രാഫ്റ്റ് പറപ്പിക്കുകയാണ്. അപ്പോൾ ഇവയെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ സമ്മർദ്ദമായി മാറുമ്പോൾ ഇന്ത്യക്ക് ഈ വിമാനങ്ങളെ വിൽക്കുവാൻ വേണ്ടി റഷ്യ അറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എങ്ങനെയായാലും Su-57 പതിയെ അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഉക്രൈനുള്ളിൽ വർദ്ധിപ്പിക്കാനും ഇംപ്രൂവ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു ഉദാഹരണമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.